ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ ജനനത്തിന് ശേഷം 40 ദിവസങ്ങൾക്ക് ശേഷം ശുദ്ധീകരണത്തിനായി ദൈവമാതാവ് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതാണ് തിരുസഭ എന്ന് സന്തോഷത്തോടെ കൊണ്ടാടുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗവും അതാണ്. എന്താണ് സമർപ്പണം, എന്താണ് സമർപ്പിത ജീവിതം എന്നതിനെക്കുറിച്ചാണ് തിരുസഭ ഇന്ന് കൂടുതൽ ചിന്തിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ആഗോളതലത്തിൽ എല്ലാ സമർപ്പിതരുടെയും, തിരുസഭയിലെ എല്ലാ സമർപ്പിതരുടെ ദിനവും കൂടെ ആയിട്ടാണ് ഈ ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. സമർപ്പിത ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസം. ഒരിക്കൽ സമർപ്പിതരുടെയും വൈദികരുടെയും ഒരു കൂട്ടായ്മയിൽ ഒരു പുരോഹിതൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് സമർപ്പണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോൺസെക്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം വളരെ നിശബ്ദമായിരുന്നു എല്ലാവരും. പെട്ടെന്ന് വളരെ പ്രായമുള്ളൊരു സിസ്റ്റർ ഈ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു സിസ്റ്ററാണ്. വളരെ പ്രായമുണ്ട്, 70കളൊക്കെ കഴിഞ്ഞ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ എഴുന്നേറ്റ് ഒരു വെള്ള പേപ്പർ എല്ലാവരെയും പൊക്കി കാണിച്ചതിന് ശേഷം പറഞ്ഞു, ഈ വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത് എൻ്റെ ഒപ്പിട്ട് ഈശോയ്ക്ക് നൽകുന്നതാണ് സമർപ്പണം. അപ്പം ഈ വെള്ള പേപ്പറിൽ ആര് എല്ലാം എഴുതി ചേർക്കും? അത് ദൈവം എഴുതി ചേർക്കും. അവൻ്റെ ഹിതം അവൻ എഴുതി ചേർക്കും. അതിന് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് കോൺസെക്രേഷൻ. അപ്പം സ്നേഹം നിറഞ്ഞവരെ, സമർപ്പണം ഇതാണ്. എനിക്ക് വേണ്ടിയോ എൻ്റെ ചിന്തകൾക്ക് വേണ്ടിയോ ഞാൻ ഏറ്റെടുക്കുന്ന വിളിയല്ലത്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുക്കുന്നതാണ്. ബാക്കി അവൻ തീരുമാനിക്കും. അവൻ്റെ ഹിതം നിറവേറ്റാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത്. ഈ സമർപ്പണം എന്ന് പറയുന്നത് പുരോഹിതന്മാർക്കും സന്യസ്തർക്കും മാത്രമുള്ളതല്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും ഈശോയ്ക്ക് സമർപ്പണം ചെയ്യപ്പെട്ടവനാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ എന്തിനാണ് ഇസ്രായേൽക്കാർ അവരുടെ ആദിജാതന്മാരെ ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നത്? ഇത് മോശയ്ക്ക് നൽകിയൊരു നിയമമാണ്. അതായത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ രക്ഷിക്കാനായി അവസാനം ഈജിപ്തിൻ്റെ ആദിജാതന്മാരെ ദൈവം വധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വധിക്കപ്പെടാതിരിക്കുന്നതിന് കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച വീടുകളിൽ ഈ സംഹാരദൂതൻ ഇസ്രയേലിൻ്റെ മക്കളെ മാത്രം കൊല്ലാതെ ബാക്കി ഈജിപ്തിൻ്റെ ആദിജാതന്മാരെ വധിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊല്ലാതെ രക്ഷപ്പെട്ടത് കൊണ്ട് അവർക്ക് ദൈവം അവരെ മക്കളെ ദാനമായി നൽകിയതാണ്. അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ജീവൻ ദാനമായി നൽകിയതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായി ആദിജാതന്മാരെ സമർപ്പിക്കണം. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, ഇത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ സമർപ്പിതരായത്. അപ്പോൾ ഇതൊരു നന്ദി പ്രകടനം കൂടിയായിരുന്നു ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം. ദൈവം വലിയൊരു അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട്, അവരുടെ മക്കൾക്ക് സംരക്ഷണം നൽകിയതുകൊണ്ട്, അവരുടെ മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കാത്തത് കൊണ്ട്. അപ്പോൾ ദൈവം ദാനമായി നൽകിയത് ദൈവത്തിന് തന്നെ നൽകുന്ന ഒരു സമർപ്പണം. മറിയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ കുഞ്ഞാട് ഈശോ തന്നെയാണ്. എൻ്റെ പാപങ്ങൾ പോക്കാനുള്ള, എനിക്ക് വേണ്ടി ബലിയാക്കപ്പെടാനുള്ള കുഞ്ഞാടിനെയാണ് മറിയം സമർപ്പിക്കുന്നത്. അപ്പോൾ മറിയം എന്തിനാണ് ഈശോയെ സമർപ്പിച്ചത്? മറിയത്തിൻ്റെ സമർപ്പണം ഈശോയ്ക്ക് വേണ്ടി അവൾ നേരത്തെ ഇതായി നിൻ്റെ ഹിതം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് ഒപ്പിട്ട് കൊടുത്തവളാണ്. ഇനി ഈശോ സമർപ്പിക്കപ്പെടുമ്പോൾ ഈശോയും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം തന്നെ ബലി നൽകിയവരാണ്. ഇത് ജീവിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തവരുടെ സമർപ്പണ തിരുനാളാണ്. അപ്പോൾ എന്താണ് സമർപ്പണ തിരുനാൾ എന്നോട് ആവശ്യപ്പെടുന്നത്? എൻ്റെ ദൈവത്തിന് എന്നെ കൊണ്ട് ഈ ഭൂമിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതകൾക്കൊരു പ്രകാശം എന്ന വണ്ണം എടിഞ്ഞു തീരാനുള്ള ഒരു വിളക്കാണ് സമർപ്പണ തിരുനാൾ എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള ഒരു വിളിയാണ്. ഈ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് പരസ്നേഹമാണ്. ഞാൻ എന്നെപ്പോലെയാണ് മറ്റുള്ളവരെയും സ്നേഹിക്കുക, അപ്പോഴാണ് എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ലോകത്ത് ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഈശോനാഥൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ്. തന്നോട് കൂടെ ആയിരിക്കാനും, രോഗികളെ സൗഖ്യപ്പെടുത്താനും, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനും. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലോകത്തിന് നൽകുന്ന മനുഷ്യരെ മാറുക, അവിടെ സൗഖ്യം നൽകുന്ന, സൗഖ്യം അത്ഭുതങ്ങളെന്ന് മാത്രമല്ല അർത്ഥം. സൗഖ്യം എന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി നൽകുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സൗഖ്യമാണ്. അപ്പോൾ ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകുന്ന, മുറിപ്പെടുത്താത്ത, മുറി ഉണക്കുന്ന മനുഷ്യനെ മാറുക എന്നുള്ളതാണ്. ഇതിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. എൻ്റെ ചിന്തകൾക്കുപരി, എൻ്റെ ആഗ്രഹങ്ങൾക്കുപരി ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുക്കുന്ന മനുഷ്യരായി മാറുക എന്നാണ് സമർപ്പണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പാരാ ഒളിമ്പിക്സ് നടക്കുന്ന ഒരു വേദിയിൽ ഒരു 33 വയസ്സുള്ള ഒരു സിസ്റ്റർ, ചെറുപ്പക്കാരി, ഒരു ആളുകളുടെ ഇടയിൽ നിന്ന് എന്തോ മറച്ചു വെച്ച് ഓടുന്നുണ്ട്. അപ്പം ഈ സിസ്റ്റർ ഓടുന്ന വഴികളിലൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോഴാണ് സിസ്റ്റർ അതൊക്കെ കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉടുപ്പൊക്കെ അഴുക്കായിട്ടുണ്ട്. ചോദിക്കുമ്പോൾ പുള്ളിക്കാരി മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു ഭിന്നശേഷിക്കാരൻ്റെ ഹ്യൂമൻ വേസ്റ്റ്, അവൻ്റെ വിസർജ്യം തൻ്റെ പോക്കറ്റിലിട്ട് ഓടിയതാണ്. കാരണം അവന് നാണക്കേടാണ് ഇത്. അവനിൽ നിന്ന് ഈ വിസർജ്യത്തിൻ്റെ മണം വരുമ്പോൾ ചുറ്റുമുള്ളവർക്ക് നാണക്കേടാകാതിരിക്കുന്നതിന് വേണ്ടി അത് സ്വന്തമായി സഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഓടിപ്പോയിട്ട് തിരികെ വരികയാണ്. ഈ പയ്യനും ഏതാണ്ട് 33 വയസ്സ് പ്രായമുണ്ട്.
സിസ്റ്റർ കൊണ്ടുവന്ന ആ സിസ്റ്റർ ഒക്കത്തിരുത്തി അവനെ കൊണ്ടുവന്നത്. അവൻ ഈ സിസ്റ്ററിനെ സംബന്ധിച്ച് മകനാണ്. അവന് സിസ്റ്റർ അമ്മയാണ്. എങ്ങനെയാണ് ഈ 33 വയസ്സുകാരി മറ്റൊരു 33 വയസ്സുകാരിക്ക് അമ്മയായി മാറിയത്? കാരണം അവൾ ദൈവത്തിന് തന്നെ സമർപ്പണം ചെയ്തവളാണ്. അവളും മറിയത്തിൻ്റെ ഒരു പ്രതിരൂപമായി മാറുകയാണ്. സ്വന്തം മകനെ ദൈവത്തിന് വിട്ടുകൊടുത്തതുപോലെ സ്വന്തം ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ഒരു സ്ത്രീ. അപ്പം ഓരോ സമർപ്പിതൻ്റെ ജീവിതവും അങ്ങനെയാണ്. മറ്റു മനുഷ്യർക്ക് സന്തോഷം പകരാനായി ജീവിതത്തിൽ ചില വിസർജ്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ ഭോഷന്മാരാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി ഭോഷന്മാരാകാൻ തയ്യാറാകുന്ന ഒരു ജീവിതം. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എല്ലാ സന്യസ്തരെയും സമർപ്പിതരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ഏറ്റെടുത്ത ജീവിതം ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകും. ഒപ്പം ഞാനും നിങ്ങളുമൊക്കെ സമർപ്പിതരാണ്. ജ്ഞാനസ്നാനം വഴി എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന മനുഷ്യരാകാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.